പേടിക്കണ്ട, അതെൻ്റെ അമ്മയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് പോവാണ്. അതായത് അമ്മയുടെ 10th ബാച്ച് എല്ലാവരും ഉണ്ട്, പിന്നെ അവരുടെ പിള്ളേരും, അതായത് ഞാനടക്കമുള്ള എല്ലാ പിള്ളേരും ഉണ്ട്. ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്ന് കയറുമ്പോഴും ഓരോരോ ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് വരുന്നത്. രാവിലെ തന്നെ ഉണ്ണിയപ്പം കഴിച്ചു, ഞാൻ ഒരെണ്ണം കഴിച്ചുള്ളൂ. നമ്മളിതൊക്കെ കഴിച്ചുകൊണ്ടാണ് കൊല്ലത്തേക്ക് എത്തുന്നത് കേട്ടോ. പിന്നെ ഈ പോകുന്നത് ഒരു ചേച്ചിയുടെ കൊച്ചാണ്, അവള് മരം കയറിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിക്കുന്നത്, ഞാൻ അവളെ കൊണ്ട് അങ്ങനെ കഴിപ്പിച്ചു. പിന്നെ അതിനിടയ്ക്ക് വെച്ച് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ചേട്ടൻ്റെ വീട്ടിൽ കയറി. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ മുടിയൊക്കെ ഇട്ട് വെച്ചു. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു മുടി അഴിഞ്ഞു കിടന്നിട്ട്. ഞാൻ പിന്നെ 2 ഇഡ്ഡലി കഴിച്ചു. എന്നൊക്കെ ഒരു പൂവൊക്കെ ചൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ലൊരു അടിപൊളി ചേട്ടനാണ് കേട്ടോ. പിന്നെ ഇവിടെ നന്നായിട്ട് ഡാൻസ് കളിക്കും ചെറുതാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതിനിടയ്ക്ക് ഓരോരോ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ദേ കണ്ടില്ലേ, അങ്ങനെ കഴിച്ച് ഞങ്ങൾ കൊല്ലത്ത് ഇതാണ് വീട്. അവിടെ എത്തി, ഹൗസ് വാമിങ്ങിന്റെ വീട്ടിലെത്തി. അമ്മയുടെ ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ ചേച്ചിയുടെ പേര് ലിബിന എന്നാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതാണ് ദിവ്യയുടെ മോള്. അതായത് ഇതാണ് ദിവ്യ, ഈ മഞ്ഞക്കിളിയാണ് ദിവ്യ, അതായത് എൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ബാക്കിലേക്ക് പോവാണ്. തെക്കൻ ഫുഡായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടു. ചില കറികളൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ ഒഴിച്ചേക്കുന്ന പരിപ്പ് കറി ഞാൻ വാങ്ങിച്ച് കഴിച്ചില്ല, ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മളുടെ ഫുഡിന്റെ അത്ര എനിക്ക് അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും അല്ലെ. അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇറങ്ങി, ടാറ്റയൊക്കെ തന്നിറങ്ങി. പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് ഓരോരോ ഫുഡ് ഐറ്റംസ് കഴിച്ച് ഓരോരോ സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് എത്തിയപ്പോക്കും ഏകദേശം ഒരുവിധമായി എല്ലാവരും. പിന്നെ അതിനിടയ്ക്ക് ഇവർ തളർന്നൊടിഞ്ഞാലും ഡാൻസ് കളിക്കുന്ന ടീംസാണ് കേട്ടോ. ഇവരുടെ വൈബ് എന്ന് വെച്ചാൽ വേറെയാണ്, നമ്മളുടെ വൈബ് പോലെയല്ല. ഇവർക്ക് ഇവരുടേതായ വേറൊരു വൈബുണ്ട്, പ്രത്യേകതരം പാട്ടുകൾ, നമ്മൾ കേൾക്കാത്ത ഒരുപാട് പാട്ടുകൾ. എനിക്ക് ഭയങ്കര ബോറടിച്ചു, എന്നിരുന്നാലും എനിക്ക് അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം. പിന്നെ ഓരോരോ സീനറീസൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടേക്ക് ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ അവർക്കൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്ത് സഹായിച്ചു. അതാണല്ലോ എൻ്റെ ഒരു കടമ. പിന്നെ അതെ, നല്ലൊരു മാർക്കറ്റാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പഡിക്ക് ഏതോ ഒരു മൂവിയിൽ ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്ത മാർക്കറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയ കാര്യമൊന്നും പറയണ്ട. ഹീൽസ് ഇട്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഈ ബീച്ചാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം ബീച്ചിലെത്താൻ വേണ്ടിയിട്ട് റോട്ടിൽ നിന്ന്. നമ്മളുടെ ഇവിടെ എറണാകുളത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈപ്പിൻ കുഴിപ്പള്ളി ബീച്ചൊക്കെ നല്ല ശാന്ത സുന്ദര മനോഹരമായ ബീച്ചാണ്. പിന്നെ ഈ ബോട്ടിൽ എങ്ങനെ ആളുകൾ പോണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഞാൻ അത് വീഡിയോ എടുത്ത് വെച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആലപ്പുഴ ബീച്ചിൽ നിന്ന് തിരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നനഞ്ഞു. ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി വീണ്ടും അടുത്ത ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റായിട്ട് കുഴിമന്തി കഴിച്ചു. അതോടെ ഈ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്.